ശാസ്ത്രജ്ഞന്മാർക്ക് ചോദിക്കണം. എഴുതി കൊടുത്തിട്ടുള്ള ആളാണ് ഇവിടുത്തെ റോക്കറ്റ് വിടാൻ നേരെ എഴുതി കൊടുത്തിട്ടുള്ള ആളാണ്. ഞാൻ പീഡിപ്പിക്കാൻ ശ്രമിക്കാൻ പോകുന്ന പെൺകുട്ടി നിലവിളിക്കുമെന്നും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുമെന്നും പുറകെ പോലീസ് വരുമെന്നും പോക്സോ കേസിൽ ജയിലിലാകുമെന്നും അറിയാൻ കഴിയാതെ പോയ ആ മഹാജ്യോതിഷിയുടെ മുമ്പിൽ ശിരസ് നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അത് പിന്നെ എന്റെ അടുത്ത് കൊണ്ടുവന്നൊരു കുട്ടി അപ്പോ അവിടെ നിന്ന് ഞാൻ ആ കുട്ടിയുടെ ഗ്രഹനില നോക്കിയപ്പോ രക്തത്തിന്റെ കാരകനായിരിക്കുന്ന ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുക. അവന്റെ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തിന്റെ വ്യത്യാസം കൊണ്ടാണ് ഇവൻ വെട്ടി വീഴുന്നതെന്ന് പറഞ്ഞു. അവരെ അമൃതായി കൊണ്ട് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അസുഖം തന്നെയായിരുന്നു. ഞാൻ വിശ്വസിക്കില്ല. നടക്കാത്ത സംഗതി വിളിച്ചു പറഞ്ഞു വെറുതെ നാറണ്ട. UDF അധികാരത്തിൽ വരുമെന്നും 100 സീറ്റുകൾക്ക് അപ്പുറത്ത് പോകുമെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെടുന്നു പ്രവചിച്ച ആളാണ് ഞാൻ. ശരി, അത് വി.ഡി. സതീശനും പ്രവചിച്ചിരുന്നു. ഈ പ്രവചനം ഇതിനേക്കാളും നന്നായിട്ട് നടത്തിയ ആൾ വി.ഡി. സതീശനാണ്. അതെ, തമാശയല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. അടുത്ത ബമ്പർ ആർക്കടിക്കുമെന്ന് പറഞ്ഞു. എവിടെ ചെന്നാലും ഒരു വക ആൾക്കാര് എന്തൊക്കെ അറിയണ്ടത്. ഭാഗ്യക്കുറി ബമ്പർ കണ്ടുപിടിക്കാനുള്ള നമ്പർ നോക്കി കണ്ടുപിടിക്കാനുള്ള പരിപാടി ജ്യോത്സ്യന്മാരുടെ ജോലി അല്ലത്. നിനക്കിതൊന്നും പറഞ്ഞിട്ടില്ലേ, നീ കളഞ്ഞിട്ട് പോടെ. ജോലി അല്ലത്. വേൾഡ് കപ്പ് പോലുള്ളത് പ്രവചിക്കാൻ പറ്റും. നിങ്ങൾ ശാസ്ത്രം ഗണിച്ച് ഈ വേൾഡ് കപ്പ് ആരാണ് കപ്പടിച്ചതിന്റെ ആവശ്യമില്ല. കഷ്ടകാലത്തിന് അരഞ്ഞാണച്ചേട്ട് പാമ്പാവെന്ന് കേട്ടിട്ടേ ഉള്ളൂ. പാമ്പ് നിങ്ങളുടെ ഭാര്യ കക്കൂസി പോയിട്ട് എന്നെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാമോ? കാണിച്ചു തരാം. അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. ഭർത്താവ് പറഞ്ഞു അറിയാൻ പാടില്ലാന്ന്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഭാര്യ ആദ്യം എന്നിട്ട് ചെയ്യണ കക്കൂസി ചുമര് കഴുകും. ചുമര് അത് കഴിഞ്ഞിട്ട് കമോട് കഴുകും. അത് കഴിഞ്ഞിട്ട് ഇരിക്കുള്ളൂ അവിടെ. ഒരു മൈക്ക് കൂടെ വാങ്ങിച്ചു തരാം, നാട് മുഴുവൻ വിളിച്ചു പോകും. മക്കളെ നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാ, ഫ്രെയിം ചെയ്ത് വീട്ടിൽ കെട്ടിത്തൂക്കനാ.